പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, കളരി വിദ്യാർത്ഥികൾ, കളയെ സ്നേഹിക്കുന്ന ആളുകൾ, മറ്റ് ആയോധന വിദഗ്ധർ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും നമസ്കാരം പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു 5-6 മിനിറ്റത്തേക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഇത്തിരി കയറി പോകാട്ടോ, എന്തെങ്കിലും ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ. നമ്മളൊരു പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേര് വേൾഡ് അലയൻസ് ഫോർ കളരി ഹെറിറ്റേജ് എന്നാണ്. ലോക കളരി പൈതൃക കൂട്ടായ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കളിയെ നമ്മൾ ലോകത്തുള്ള എല്ലാ മേഖലകളിലും ഗ്ലോബലി അപ്രോച്ച് ചെയ്യാവുന്ന ഒന്നാക്കുകയും അതൊരു ഇതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ടിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലുള്ളതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ തടസ്സപ്പെടുത്തുകയോ അതിനകത്തൊന്നും ഇൻ്റർഫിയർ ചെയ്യാതെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൊണ്ടിട്ടാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഗ്ലോബലിൽ ഇത് കണക്ടിവിറ്റി വരുമ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിലായിട്ട് കളരി പഠിച്ചിട്ട് പോയ ആൾക്കാരുണ്ടാവാം, പഠിപ്പിക്കുന്നവരുണ്ടാവാം നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ആളുകൾക്ക് ചിലപ്പം ഇങ്ങോട്ടുള്ള ആളുകളായിട്ട് പിന്നീട് കോൺടാക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലും കളരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറഞ്ഞതൊരു 3 വർഷമെങ്കിലും കളരി പഠിച്ചിട്ടുള്ള ആരെയും നമ്മുടെ ഈ പറയുന്ന ലോക കളരി പൈതൃക കൂട്ടായ്മയുടെ അംഗങ്ങളായിട്ട് സ്വീകരിക്കുന്നതാണ്. പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഉള്ള കളരി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർ പഠിപ്പിക്കുന്നവരാകണമെന്ന് നിർബന്ധമില്ല, അവർ കളരി ഇട്ടേക്കുന്നവരാകണമെന്നൊന്നും നിർബന്ധമില്ല. അവരെപ്പോഴെങ്കിലും ചെറുപ്പകാലഘട്ടത്തിലാണെങ്കിലും പിന്നീട് അതിന് ശേഷമൊക്കെ ആണെങ്കിലും പഠിച്ചവരോ അതിന് ശേഷം പിന്നീട് തൊഴിൽ മേഖലയിൽ പോയവരാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. കളരി ഒരു 3 വർഷമെങ്കിലും ആരിൽ നിന്നും പഠിച്ചു എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൊരു മാനദണ്ഡമായിട്ട് നമ്മൾ പറയുന്നുള്ളൂ. അത് 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഈ പറയുന്നതിന് ഓപ്പണാണ്. നമ്മുടെ ഈ പറയുന്ന മെമ്പർഷിപ്പ് ഓപ്പണാണ് 18 വയസ്സിന് മുകളിലോട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, കുറച്ച് പ്രായമുള്ള ആളുകളിലേക്കൊക്കെ വരുമ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ ഉയരാറുണ്ട്. ഞങ്ങൾ ഇതിലേക്ക് വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയും കാലം നിങ്ങൾ എന്തെല്ലാം ചോദിച്ചുമോ അതെല്ലാം കിട്ടിയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്വയം വിലയിരുത്തുമ്പോഴേ അതറിയത്തുള്ളൂ. പക്ഷേ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ചില മാറ്റങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. ഒന്നും കൊടുക്കാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രവർത്തന ശൈലികൾ മാറ്റിക്കൊണ്ടിട്ട് പലതും നേടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവർത്തന ശൈലികളിലൂടെ. അല്ലെങ്കിൽ നമ്മൾ ആ കൂട്ടായി ഇതിനകത്ത് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരും. ആ പ്രൊഫഷണലിസം ഒരു മാനേജ്മെൻറ്റ് ലെവലിലേക്ക് എത്തിക്കുക, അത് അപ്ലൈ ചെയ്ത് അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണഫലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് കളരി വിദ്യയ്ക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 75-80% അടുത്തോളം വരുന്ന ഗുരുനാഥന്മാരുടെയൊക്കെ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 60, 65, 70, 75 അങ്ങനെ ഒരു 80 ആ കാലഘട്ടത്തിലേക്കിട്ടൊക്കെയാണ് പോകുന്നത്. കൂടുതലും 60-65 മേളിലോട്ടാണ് 80% അടുത്തോളം. അപ്പോൾ ഇത്രയും ഗുരുനാഥന്മാർ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ 40 മുതൽ 60 വരെയുള്ള ഗുരുനാഥന്മാരെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ ശരിക്കും വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ 20-25 മുതൽ ഒരു 40 വരെയുള്ള ഘടനയും അതിലും ചുരുക്കമായിരിക്കുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് വരുന്ന ഒരു 15-20 വർഷത്തിൻ്റെ ഉള്ളിൽ കളരിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പരിശീലന പദ്ധതികളിലൂടെ കടത്തിക്കൊണ്ട് പോകേണ്ടുന്ന ആളുകൾ, അതായത് ഗുരുക്കന്മാർ, ആശാന്മാർ, സാറ്, മാസ്റ്റർ, സെൻസായി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു സ്ഥാനത്ത് എത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ പേരിടുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ അങ്ങനെ പേരിൽ നമ്മൾ കളരികളൊക്കെ നടത്തുമ്പോൾ ആ പറയുന്ന ആളുകളുടെ എണ്ണം കുറയും എന്നുള്ളത് നമുക്ക് ഈ ഡാറ്റാസ് ഈ രീതിയിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ഇതിനെ നമ്മളൊരു എക്സ്റ്റെൻഡഡ് ആയിട്ട് ഞാൻ പറയുകയാണ്, അതിനെ തെറ്റിദ്ധരിക്കേണ്ട. നമുക്കൊരു ആയുസിൻ്റെ ദൈർഘ്യം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആവറേജ് ഇവിടെ ഒരു 70, 75, 76 ആ റേഞ്ചിലേക്കൊക്കെ വരുന്നത്. കിട്ടി അത് ലോട്ടറി അടിച്ച പോലെ. പക്ഷേ നമ്മൾ അതെന്താണെന്ന് വെച്ചാലും അത് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ വിദ്യാപരമായി ഉണ്ടാകുന്ന വലിയൊരു ശോഷണം അത് ഇപ്പോൾ പിടിച്ച് നിർത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്നത് ഈ പോകുന്ന ആൾക്കാരല്ല, പിന്നീട് വരുന്ന ഒരു ഗ്യാപ്പുള്ള ആൾക്കാരുണ്ട്. ഈ 40s, 60s ഉള്ളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വരിക. പക്ഷേ അവിടെ വേറെ കാര്യമുണ്ട്, അവർക്ക് ഓപ്പണിംഗ് കൂടുതൽ കിട്ടും. കാരണം അവിടെ എണ്ണം കുറയുമ്പോൾ അവിടെ കൂടുതൽ എണ്ണം കുറയുമ്പോൾ ഇവിടെ എണ്ണം കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോഴത്തേനാണ് പൈസ കൂടുക. ഇവിടെ കിട്ടിയോ? ആ എക്കണോമിക്സ് ആണത്. സപ്ലൈ കൂടിയിട്ട് ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ അത് ചില കാര്യത്തിന് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി മാത്രം പോരാ, ക്വാളിറ്റിയും കൂടെ വേണം. ആ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ്സ് ചേഞ്ച് ആവണം, നമ്മുടെ ചിന്താഗതികൾ മാറണം, ഗ്ലോബലി ചിന്തിക്കണം.
വേൾഡ് ഓവർ എന്താണ് നടക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ടിട്ട് തന്നെ അത്തരം ഒരു പ്രവർത്തനങ്ങളും കൂടി നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നിൽ പോകുന്നുണ്ടാവും. ഇതര സംഘടനകളും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ കൂടി സഹകരണം കൂടി ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് തന്നെ അതിൻ്റെ മെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാണ്. അതിപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവരുടെ കിട്ടിയ മെയിൽസുകളിലൊക്കെ അത് എത്തും. അപ്പോൾ നമ്മൾ യോജിച്ച് പ്രവർത്തിക്കുമ്പോഴത്തേനും മാത്രമേ നമുക്ക് അത്തരം ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമല്ല അത് കിട്ടുന്നത്, നമ്മുടെ ഒരു സംവിധാനത്തിനാണ് പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരം വിഷയങ്ങളിൽ എപ്പോഴും കൂടി നിൽക്കുക എന്നുള്ള ഒരു നയം സ്വീകരിക്കണം. ഇവിടെ എല്ലാം തന്നെ ഈ അടവ് നയങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഒന്നിച്ച് കിട്ടുന്ന ഒരു സംവിധാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഭിന്നമായ ഒരു അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല, അവിടെ വരുന്നില്ല. കാരണം അതിനകത്ത് വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. എല്ലാവർക്കും ആ ഒരു പേര്, നമ്മുടെ പേര് ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ്. അതോടൊപ്പം തന്നെ ICM എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ മാർഷൽ ആർട്സ് ഫോർ യൂത്ത് ഡെവലപ്മെൻ്റ് ആണ്. അവർ യൂത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ട് മാർഷൽ ആർട്സിൻ്റെ ക്രൈറ്റീരിയനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന വലിയൊരു ബോഡിയാണ്. കൊറിയയിലാണ് അവരുടെ ഹെഡ് ഓഫീസൊക്കെ ഉള്ളത്. അവരുടെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ നമ്മളുടെ ആർട്ടുകൾ അവരായിട്ടൊന്നും കണക്റ്റഡ് ആവാനുള്ള, ഞാൻ പറഞ്ഞാൽ നമ്മളും കണക്റ്റഡ് ആവുക. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ICMൻ്റെ പ്രൈസിൻ്റെ ഇത് ഇട്ടിരുന്നു. അതിൻ്റെ $10,000 അതിൻ്റെ പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി വരെയാണ് സംഭവമൊക്കെ വരുന്നത്. ഞാൻ വ്യക്തമാക്കി ഇവിടെ എല്ലാം അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഇട്ടിരുന്നു. മാക്സിമം നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരുപാട് പെർഫോം ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്നുവെച്ചാൽ ഒരു 70s 80s ഉണ്ടായിരുന്ന പ്രഷറൊന്നുമല്ല ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നത്. അന്ന് പ്രഷറേ ഇല്ല യഥാർത്ഥത്തിൽ. മറ്റുള്ള ആർട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നങ്ങനെയല്ല. ലോകത്ത് ഉള്ള എല്ലാ മാർഷൽ ആർട്സും പഠിക്കുന്ന ഒരു ഇടം തന്നെയായിട്ട് മാറിയിട്ടുണ്ട് കേരളം. കേരളത്തിൽ ഇല്ലാത്ത മാർഷൽ ആർട്സ് ഇല്ല. ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത മാർഷൽ ആർട്സ് വരെ പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട്. പലരും പുറത്ത് കേൾക്കാത്ത ചില ആർട്ടുകൾ ചില ഇന്നർ ഏരിയകളിലും അങ്ങനെയൊക്കെ പോയി പഠിച്ചിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർ പക്ഷെ ഇങ്ങനെ ഫ്ലഡ്ഡായിട്ട് ഇങ്ങനെ പോകുന്നില്ല, അങ്ങനെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു മാറ്റം നമ്മുടെ ഇതിനകത്ത് സംഭവിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഗ്ലോബലി തിങ്ക് ചെയ്യാത്തത് കൊണ്ടിട്ടാണ്. ഗ്ലോബലി തിങ്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരെക്കാൾ കുറച്ചുകൂടി മികച്ചതാവാൻ ശ്രമിക്കും. മികച്ചതാവാൻ ശ്രമിക്കുന്നതോറും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഗ്രോത്തിൻ്റെ പാത്ത് വന്നു തുടങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടപ്രായത്തിലുള്ളവർ ഭയങ്കര കൺജസ്റ്റീവായിട്ടുള്ള ഇതിലേ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് പോകാൻ പറ്റില്ല, ഒരു സ്പേസ് ഇല്ല, അവർക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ്, ഗുരുക്കന്മാർ അത് പറയുന്നു, ഇത് പറയുന്നു, അങ്ങനെ ഇവിടെ ഈ പറയുന്ന ഇതേ ഗുരുനാഥന്മാർ തുറന്നു പറയുകയാണ്, ഇതേ ഗുരുനാഥന്മാരും ഇതേ പ്രായത്തിൽ തന്നെ, ഇല്ലെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ മുമ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാലുകുത്തിയ ആൾക്കാരാണ് നിങ്ങളൊക്കെ. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെയൊക്കെ 20s ആ കാലഘട്ടത്തിൽ തന്നെയാണ് നിങ്ങളെല്ലാം വന്നത്. ഞങ്ങളെപ്പോലെയുള്ള 40s ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇന്ന് സ്പേസ് ഇല്ല. ആ സ്പേസ് ഇല്ലാതാവുന്നത് ഒരു നമുക്കൊരു സംവിധാനത്തെ ഓടിക്കാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രം ആ സിസ്റ്റത്തിന് വളർച്ച ഉണ്ടാവുള്ളൂ, അത് കാലോചിതമായി മാറുള്ളൂ. ഇല്ലെങ്കിൽ ആ കാലോചിതമായ ചിന്താഗതികളുള്ള കുറച്ച് ആളുകൾ ഇരിക്കുകയും പിന്നെ അടുത്തൊരു യൂത്തിനെ അവിടെ കൊണ്ടുവന്ന് മാറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിലേക്ക് വരാൻ മറ്റൊരാളെ ഞാൻ കണ്ടെത്തിയിരിക്കണം. കോർപ്പറേറ്റ്സിലൊന്നും ഇപ്പം എനിക്കൊരു അസുഖം വന്നത് അറിയാമല്ലോ. ഞാൻ പോയത് കൊണ്ടിട്ട് അവിടെ തൊഴിൽ രംഗം അടച്ചുപൂട്ടിപ്പോയൊന്നുമില്ല. അവർ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ സെക്കൻഡ് പാർട്ടി അവിടെ എത്തിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അവിടെ വ്യക്തിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അവരുടെ പൊസിഷൻസും അവരുടെ കാര്യങ്ങളും ഫംഗ്ഷൻ നടക്കണം. അത് പക്ക ആയിട്ട് അവർ എന്തൊക്കെയാണ് അവരുടെ സിസ്റ്റം, അവരുടെ മിഷൻ എന്തായിരുന്നു ആ മിഷൻ അനുസരിച്ച് അവർ പോയിക്കൊണ്ടേയിരിക്കും. അവരുടെ ആ എത്തിക്കൽ വാല്യൂസൊക്കെ നമ്മളിവിടെയൊക്കെ കാണിക്കുക, അതൊക്കെ അതിലൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ അനുവദിക്കില്ല. അതൊരു സ്ട്രക്ചർ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കളരിക്ക് വരുന്ന ഈ ഗ്യാപ്പിനെ നമ്മൾ നിർത്തണം. അതൊരു 15-20 വർഷത്തിനുള്ളിൽ കളരിയെ നന്നായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ സംഘടന, അതായത് വേൾഡ് അലയൻസ് ഫോർ കളരി ഹെറിറ്റേജ് എന്ന് പറയുന്ന സംഘടന ലോകത്തുള്ള എല്ലാ കളരിയായിട്ട് ബന്ധപ്പെട്ട് 3 വർഷമെങ്കിലും ബന്ധപ്പെട്ടുള്ള ആരെയും നമ്മുടെ മെമ്പർമാരാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 18 വയസ്സ് പ്രായവും 3 കൊല്ലമെങ്കിലും കളരി പഠിച്ചിട്ടുള്ള ആർക്കും നമ്മുടെ മെമ്പേഴ്സ് ആവാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ. അപ്പം ചില ആൾക്കാർ ചോദിക്കാൻ നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞു. അന്ന് വരെ കിട്ടാത്തത് എന്താണോ അത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ തരാൻ പറ്റും. ആ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആംബിയൻസ് ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തരാൻ പറ്റും. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇരിക്കുന്നത് പോലത്തെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അത്തരം വേദികൾ അത് നമ്മൾ സൃഷ്ടിക്കും. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് എന്താ പറയുക, ഓട്ടമൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല പറയുന്നത് ബാക്ക് എൻഡിൽ. പക്ഷേ അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളിൽ നമ്മൾ പരിചയപ്പെടാൻ നമുക്ക് ചിലപ്പോൾ
പൊതുവിലെ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം പഠിച്ച് തീർന്നത് കൊണ്ടിട്ട് അങ്ങനെ ഒരു ഈഗോ സെൽഫ് എല്ലായിടത്തും ഉള്ള സംഭവം. അപ്പോൾ നമ്മളൊരു ആർട്ട് വരുന്നു അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിനായിട്ട് പരിചയപ്പെടുന്നു, അപ്പോൾ നമ്മൾ അവരെ മാസ്റ്റേഴ്സായിട്ട് വിടുന്നു. നോർമലി നമ്മളൊരു ഗ്ലോബലായിട്ട് ലിങ്ക്ഡായി. അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് പുറത്ത് എടുക്കുന്ന ആളുകൾ അവർ നമ്മളായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ അവിടെ പോയി തൊഴിലെടുപ്പ് മേഖലകളിൽ നിൽക്കുമ്പോൾ പോലും അവർ നമ്മളുമായിട്ട് തന്നെ ആ ജീവനാന്ത കാലം അവർ നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അറിയാത്ത പലരെയും പരിചയപ്പെടുകയും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യയോട് ഇൻട്രസ്റ്റ് വരികയും വിദ്യയോടൊപ്പം നിൽക്കുകയും ഒരു പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അവർ വിദ്യയിലേക്ക് തന്നെ വീണ്ടും കടന്നു വരും. അവിടെ ഒരു സ്പേസ് ഉണ്ടാവും, ആ സ്പേസ് ബ്രേക്ക് ആവില്ല. അപ്പോൾ അവർക്ക് നിലനിൽക്കാനോ ഒന്ന് കണക്ട് ചെയ്ത് നിൽക്കാനുള്ള ആ ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് മുട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അതിലേക്ക് വീണ്ടും തിരിച്ചു വരികയും അങ്ങനെ വന്നേക്കുന്ന ചില ഗുരുക്കന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുമുണ്ട്. ഇവിടെ ഉണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കി കാണും, കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി. പിന്നെ മറ്റൊന്നുള്ളത് ഇപ്പോൾ യൂത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. യൂത്തിനാണ് കൂടുതൽ. പിന്നെ കൊളാബറേറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ബോഡീസ്. മെമ്പർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. മെമ്പർഷിപ്പ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസ് 300, ആനുവൽ ഫീസ് 300 രൂപയോ 600 രൂപയാണ് വരിക. ആനുവൽ ഫീസ് പിന്നെ 300 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി വരുന്നത് വെറും 1 രൂപ പോലും തികയുന്നില്ല. അതുപോലെ 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 500, ആനുവൽ ഫീസ് വരുന്നത് 500 അപ്പോൾ 1000 രൂപയാണ് ആദ്യത്തിൽ വരുന്നത്. പിന്നെ ആനുവൽ ഫീസിൽ വരുന്നത് 500 രൂപ. അപ്പം നമുക്ക് 2 രൂപ പോലും ഒരു ദിവസം വരുന്നില്ല. അത്ര ഫീസിബിളായിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ പോലും വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ 45 വയസ്സിന് മേളിലോട്ടുള്ള ഒരാളിൽ നിന്നും നമ്മൾ മെമ്പർഷിപ്പിന് ഫീസ് ഈടാക്കുന്നില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു വരുന്നു. ഒരെണ്ണം നമ്മൾ തലശ്ശേരി സുകുമാരൻ ഗുരുക്കൾക്ക് കളരി ശ്രേഷ്ഠ പുരസ്കാരം നമ്മളത് പ്രഖ്യാപിച്ചു. അതിപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ എടുത്ത് കുറച്ച് ഫ്രീ ആയി കഴിയുമ്പോൾ മിക്കവാറും ഒന്ന് എല്ലാവരും കൂടെ ചെന്ന് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി സുകുമാരൻ ഗുരുക്കൾക്കാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഗുരുനാഥനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് വടകര താഴ്ത്തങ്ങാടി കല്ലേരി അബൂബക്കർ ഗുരുക്കൾ സ്മാരക കളരിയുടെ ഗുരുനാഥനായ അഹമ്മദ് ഗുരുക്കളെയും കൂടെ ആയിട്ടാണ്. ഇവരെ രണ്ടുപേരെയാണ് ഗുരുനാഥന്മാരിൽ കളരി ഗുരു ശ്രേഷ്ഠ പുരസ്കാരത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് തലശ്ശേരി സുകുമാരൻ ഗുരുക്കൾ, ഒന്ന് വടകര താഴ്ത്തങ്ങാടി കല്ലേരി അബൂബക്കർ ഗുരുക്കൾ സ്മാരക കളരിയിലെ ഗുരുനാഥനായ അഹമ്മദ് ഗുരുക്കൾ. മറ്റൊരു സംഗതി സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, യൂത്ത് ഈ പുരസ്കാരം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരാൾ വിളിച്ചിരുന്നു. അത് പോണ്ടിച്ചേരിയിൽ ചാമ്പ്യൻഷിപ്പ് അടിച്ച ഒരു സ്നേഹ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അവരുടെ ഗുരുനാഥനാണ് വിളിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങളിൽ സംഘടന നടത്തുമ്പോൾ മാത്രമല്ല പുറത്തു നിന്നും കൂടി ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അവർക്കത് കൂടുതൽ അവരുടെ വളർച്ചയ്ക്കും ഈ വിദ്യയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങൾക്കും ഒക്കെ അവർ കൂടുതലായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്നേഹയെ മറ്റൊരു അവാർഡ് കുറവേ എന്താ പറയുക, നമ്മൾ ദ്രാവിഡ കൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് കൊറവേ എന്ന് പറയുന്നതിലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ പേരിലാണ് നമ്മൾ സ്നേഹയ്ക്ക് അവാർഡ് നൽകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദ്യമായി അങ്ങനെ വരുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാം ഈ പറയുന്നതുപോലെ പുരുഷ കേസരികളായിരുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്നേഹയെ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് സ്നേഹ അതിനകത്തൊരു മെമ്പറാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്താണ് നമുക്കൊരു സംഗതി ഒന്നുകൂടി ചേർക്കണമെന്ന് തോന്നിയത്. നമ്മുടെ മെമ്പേഴ്സ് വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളിൽ നിന്നും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും വരണം എന്നുള്ളത്. ഒരാളെയും വിട്ട് കളയുന്നില്ല. ഇവിടെ ഒരു സംഘടനയുടെ പ്രശ്നങ്ങളില്ല. എല്ലാവർക്കും അവരുടെ കളരിയുടെ രീതിയിൽ പ്രവർത്തിക്കാം, സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്താം. എല്ലാം അവരുടേതായ രീതികളിൽ മാത്രം. നമ്മളിവിടെ ഒരു കൂട്ടായ്മയെ യോജിപ്പിച്ച് നിർത്തുന്നുള്ളത് മാത്രമേ. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യും. അതിന് ചില മാനേജ്മെൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഗൈഡൻസ് തരും. ഇനിയിപ്പം മറ്റുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ചില ഗുരുക്കന്മാർക്ക് ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില റേസിങ്, അത് എപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല, നമുക്കല്ലാത്ത മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ തിരഞ്ഞു പിടിച്ചു കൊണ്ടിട്ട് അത് അവരിലേക്ക് എത്തിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹങ്ങളുണ്ട്. അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ അതിനെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്, പ്രായമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ ഈ അടുത്ത് തന്നെ പല ആൾക്കാർക്കും അങ്ങനെയൊക്കെ പലതും സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് ഈ അടുത്ത കാലങ്ങളിലൂടെയൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വരുന്നത് യൂത്തിന് ഒരു വിങ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന പോലെ 18 മുതൽ ഇത്രയും വയസ്സ് വരെയുള്ള ഒരു 45 വരെയുള്ള ഏജാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്, യൂത്തിൻ്റെ വിങ്. അതിൽ ഈ പറയുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ മത്സരിക്കുന്ന ഏത് പെൺകുട്ടികൾക്കും മത്സരിക്കുക. ഇവിടെ കൂടുതൽ നമ്മളെപ്പോഴും പല കമ്മിറ്റികളിലും കണ്ടുവരിക
ഒരു മെയിൽ ഡോമിനേഷനാണ്. ഉണ്ടവർ കുറവാണ്, ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. അത് പൊതുവേ പെൺകുട്ടികൾ ഇൻട്രോവേർട്ടായിട്ട് പുറത്തേക്ക് പോകുന്നതാണോ അല്ല ഇവർ ചേർക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏതായാലും നമ്മുടെ കമ്മിറ്റികളിലെല്ലാം തന്നെ വനിതാ പ്രാതിനിധ്യവും യുവജന പ്രാതിനിധ്യവും ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ നിയമമായിട്ട് നമ്മളത് അംഗീകരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനിതകൾക്കിടയിൽ നിന്ന് വരണം. കാരണം ഒരുപാട് പരിശീലകർ, ഇപ്പോൾ ഞാൻ ഒരു SPCക്ക് ഒരു ഗേൾസ് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ചില സമയത്ത് നമ്മൾ ചില മാതാപിതാക്കന്മാർ ചോദിക്കും, നിങ്ങൾക്ക് വുമൺ ട്രെയിനേഴ്സ് ആരെങ്കിലും ഇല്ലേ എന്ന് നമ്മളോട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനേഴ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരാളെ എടുക്കണ്ട മാഡം. അപ്പോൾ ഇത് അങ്ങനെ ഒരു ട്രെയിനർ ആവാനുള്ളതിൻ്റെ ട്രെയിനിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഞാനും ഈ പറയുന്ന മറ്റൊരു ട്രെയിനോടും പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇറങ്ങുക എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ ആ കുട്ടീനെ പരിശീലിപ്പിച്ച് ആ ട്രെയിനർ ആക്കുന്ന ആ സമയം നമുക്ക് ലഭിച്ചാലേ അത് നടക്കത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളരിപ്പയറ്റിൻ്റെ ഏത് സംഘടനയുടെ മത്സരങ്ങളാണെങ്കിലും നോക്കിക്കോട്ടെ, ഇഷ്ടം പോലെ പെൺകുട്ടികൾ, അത് നല്ല പാറി കളിക്കുന്ന പിള്ളേർ, അത് നമ്മൾ അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇഷ്ടം പോലെ ഇപ്പോൾ പേരെടുത്ത് പറയുമ്പോൾ അത് ഒരാൾ പറയുമ്പോൾ മറ്റൊരാളുടെ പേര് എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമ്പോൾ മറ്റൊരാൾ ഇതായിട്ട് പറയുന്നതായിട്ട് തോന്നുന്നുണ്ട് പേരൊന്നും എടുത്ത് പറയാത്തത്, അതുകൊണ്ട് ക്ഷമിക്കണം. പക്ഷേ ഇഷ്ടം പോലെ പെൺകുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ പെൺകുട്ടികൾ നാഷണൽ സ്റ്റേറ്റ്സ് പല സംഘടനകളിലുമായിട്ടൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളെല്ലാം നമ്മുടെ കൂടെ വരണം. അവർക്കിനിപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് നോക്കട്ടെ, വേറെ ചില കാര്യങ്ങളുള്ളത് കൊണ്ടിട്ടാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു മിനിമലിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ വന്നാലേ അവർക്കത് നടക്കത്തുള്ളൂ. അതുപോലെ യുവജന വിഭാഗങ്ങളായിട്ടെന്ന് പറയുമ്പോഴത്തേനും ആ യൂത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഗ്യാപ്പ് സ്ട്രക്ചർ ഇല്ലാതാക്കിക്കൊണ്ട് പോകാനായിട്ടുള്ളതിന് അടുത്തൊരു ജനറേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കുറഞ്ഞതൊരു 4-5 കൊല്ലം എടുക്കും അത് എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്സും നമ്മൾ എടുക്കും. പ്രൊഫഷണലായിട്ട് അവർക്ക് എന്തെങ്കിലും കരിയറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും ഗൈഡൻസ് കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ തയ്യാറാണ്. ഞാനും ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ 18-19 വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇൻ്റർനാഷണൽ കമ്പനീസിലൊക്കെ ആയിരുന്നു പലതും. തീർച്ചയായിട്ടും എനിക്കതൊരു എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗൈഡൻസ് ഒക്കെ ഞാൻ തരാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതുപോലെ പല നാടുകളിൽ നിന്ന് മറ്റൊരു നാടുകളിലേക്ക് പോകുന്ന കുട്ടികളായിരിക്കും മിക്കവാറും ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. പക്ഷേ അവർ നല്ല രീതിയിലുള്ള പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും പയ്യെ അവരതിൽ നിന്ന് പിൻവാങ്ങുകയും പൂർണ്ണമായി ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പല ആൾക്കാരും ഈ കഴിഞ്ഞ ഒരു 5 വർഷം ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പുറത്ത് നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരൊന്നും ഇപ്പോൾ ഫീൽഡിലില്ല. അപ്പോൾ ഇവരവിടെ പോകുന്നു. ഈ കഴിഞ്ഞ 10-15 കൊല്ലം നല്ല വൃത്തിയായിട്ട് പഠിച്ച പിള്ളേർ നമ്മുടെ വിദ്യാലോകത്ത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടിട്ട് തന്നെ 7 വർഷം ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ചതും 23 വയസ്സ് പൂർത്തിയാക്കിയ ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി അവരവർ പോകുന്ന തൊഴിലിടങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതിനോടനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം അവർ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമപരമായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരെ നിയമപരമായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പോകണം. നമുക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാം, അവർക്ക് പ്രൊഫഷണലായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാം, മാനേജ്മെൻറ്റായിട്ടുള്ള രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ വേണം എന്നുള്ളതുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു ഗൈഡൻസും എല്ലാം നമ്മൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ യൂത്തിനെയാണ് നമുക്ക് ആവശ്യം. അടുത്ത് വരുന്ന ഒരു 15 കൊല്ലം നമുക്ക് ഭയങ്കര ഒരു വലിയ ഒരു അപകടം നിറഞ്ഞൊരു വർഷങ്ങളാണ് ഈ വരാൻ പോകുന്നത്. കഴിഞ്ഞ 60 വയസ്സിനും ഇത്ര വരുന്ന ആൾക്കാരും 40-60 ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ആളുകളില്ല, കുറവാണ്. അതുപോലെ 20-40 വരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊണ്ടിട്ട് തന്നെ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അവരെയും വളരെ ശക്തമായി തന്നെ പ്രൊമോട്ട് ചെയ്യും. അവർക്കും അവസരങ്ങൾ ഉണ്ടാവണം. അവർക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നല്ല സ്കൂളിൽ വന്നു, പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരിക്കും, എല്ലാ സ്കൂളിലും ചിലപ്പോൾ അനുവദിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ നല്ല പെർഫോം ചെയ്തിരിക്കുന്ന എന്തോരം കുട്ടികളുണ്ട്. അവർക്കൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതോടെ പോയി അവർക്ക് ക്ലാസ് എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് പോയി ബന്ധപ്പെട്ട് അതെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഗുരുനാഥന്മാരായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചെയ്തു തരാനുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങളതനുസരിച്ചിട്ട് ഞങ്ങൾ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ മാക്സിമം നമ്മുടെ ഈ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടുപോരുന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ടായി പറയുന്നത്. അല്ല ഞാൻ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാനും കളരി പഠിച്ചുള്ളത്. പക്ഷേ എൻ്റെ ജോലിയെയോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ വിദ്യയോ രണ്ടും മിക്സ് ആയിട്ടില്ല. രണ്ടും ഈക്വലി ബാലൻസ് ചെയ്തിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ രാവിലെ പോവും, അതിന് ശേഷം തൊഴിൽ മേഖലയിലേക്ക് വരും. അല്ലെങ്കിൽ തൊഴിൽ മേഖലയുടെ സമയം ചില സമയത്ത് ഇച്ചിരി വയ്യ നീക്കാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിലും എൻ്റെ ഗുരുനാഥൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായില്ല. എന്നാലും ഞാൻ മാക്സിമം വൈകാതെ തന്നെ എത്താനായിട്ട് എപ്പോഴും നേരിട്ട് ചെല്ലാനായിട്ടാണ് ശ്രമിക്കാറ്. പിന്നെ ആ പ്രായം തൊഴിലായിട്ട് കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു ലീനിയൻസ് വരാറുണ്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകി ചെന്നാൽ ക്ലാസ് കയറ്റാത്ത ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുനാഥൻ ഉണ്ടായിരുന്നതെന്നാണ് പറയാനുള്ളത്. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ക്ലാസ്സിനകത്ത് ഒരാൾ സംസാരിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവിടെ ആ സമയത്ത് പഠിച്ചവർക്കൊക്കെ മനസ്സിലാവും അതിൻ്റെ റൂട്ട് എന്തായിരുന്നു എന്ന്.
അപ്പോൾ സ്ട്രിക്ട്നെസ് ഒക്കെ വേണം. നമ്മളെല്ലായിടത്തും പ്രൊഫഷണലി വരുമ്പോൾ സ്ട്രിക്ട്നെസ് വേണം. അതനുസരിച്ച് മാത്രമേ ഡിസിപ്ലിൻ വർദ്ധിക്കുള്ളൂ. അതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂത്തിന് എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഓർഗനൈസേഷൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇതുപോലെ കണക്ടിവിറ്റിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ വളരാനായിട്ട് സാധിക്കുന്ന ഒരു ഇതുണ്ടാവും. അത് മാത്രമല്ല പല മേഖലകളിൽ, പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ, പല നാടുകളിൽ, പല നാട്ടും പുറത്തിരിക്കുന്ന നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഈ വിദ്യയുമായി ബന്ധപ്പെടുന്ന ബന്ധം നിങ്ങൾക്ക് വലിയൊരു ബന്ധമായിട്ട് മാറുകയും പിൽക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഇതുപോലെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ഒരു കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ അറിയാമല്ലോ എന്തായാലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രകാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാലും അതിനൊരു ഞാൻ എക്സ്ട്രീം പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഏറ്റെടുത്ത് നടത്താവുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആരാണോ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത്, കളരിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പെർഫോം ചെയ്യുന്നത്, അവരെല്ലാം തന്നെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും. അവസാനം നമ്മൾ തന്നെ കസേര ഒഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും. നമുക്ക് ഒരു ടൈം പീരീഡ് ഉണ്ട്. അതൊരു കറക്റ്റായിട്ടുള്ളൊരു വിഷനാണ്. അതിനുള്ള പ്രവർത്തനത്തിന് മിഷൻ എന്ന് പറയാൻ കുറേ കോർ വാല്യൂസും എത്തിക്കൽ വാല്യൂസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളതെല്ലാം പോകുന്നത്. എപ്പോൾ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ആ യുവജന അവിടേക്ക് എത്തുന്ന ഒരു സമയം വരെ വരുന്നു, അവിടെ വരെ നമ്മളുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളപ്പം തന്നെ എഴുന്നേക്കും അവിടെ നിന്ന്. അത് അടുത്ത കസേരയിൽ അവരെ ഇരുത്തിയിട്ട് നമ്മൾ ബാക്ക് എൻഡിൽ പോയിരിക്കുക. അവർ ചെയ്തു. കാരണം ഇതൊരു ഫംഗ്ഷനാണത്. വൺസ് അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതങ്ങനെ പോയിക്കൊണ്ടേയിരുന്നുള്ളൂ. അത്തരത്തിലുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള ബൈലോസൊക്കെയാണ് ഇപ്പോൾ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ അതിനകത്ത് കയറ്റും. അതുപോലെ ചികിത്സാ മേഖലകളിൽ വിദഗ്ധരായി വെച്ചിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മൾ നല്ല ക്യാമ്പ്സ് നടത്തും. അതുപോലെ ഓരോ സംവിധാനങ്ങൾ, സമ്പ്രദായങ്ങൾ, ഓരോ ശൈലികൾ, ഓരോ ഗുരുനാഥന്മാരുടെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ, ക്യാമ്പ്സ്, സെമിനാറുകൾ എല്ലാം നമ്മളെല്ലാം ഡയറക്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. പലപ്പോഴും ചില ക്യാമ്പുകൾ ഇപ്പോൾ ഓൺലൈനിലുണ്ടാവാം. ഓരോ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാക്സിമം പങ്കെടുക്കാൻ നോക്കുക. കുറേ ഗ്ലോബലി ചിന്തിക്കുക. എല്ലാവരുമായിട്ട് കണക്റ്റീവ് ആവുക. ഇപ്പോൾ ഞങ്ങളൊക്കെ കുറേ ഓടി നടക്കുമ്പോഴാണ് കുറേ ആളുകളെയൊക്കെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ കണ്ട ആളുകളെ നമുക്ക് നാളെ തിരിച്ചറിയണമെന്നില്ല. പക്ഷെ നമ്മളൊരു ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് പിന്നെ പയ്യെ ഓരോരുത്തരെ അറിയാൻ തുടങ്ങും. ഇപ്പം എന്നെ അറിയുന്ന ഒരാളെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ നിങ്ങളറിയുന്ന ആളെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ആവും. ഇതെല്ലാവർക്കും ആ സ്ട്രക്ചർ കിട്ടും. എല്ലാവർക്കും ആ ഒരു കണക്ടിവിറ്റി കിട്ടും. എല്ലാവർക്കും ആരിലേക്ക് എത്തിപ്പെടാവുന്ന ഒരു കുടുംബമായിട്ട് മാറും. ഇവിടെ ഏത് സംഘടന വേണമെങ്കിലും പ്രവർത്തിക്കാം, ഏത് കളരിയിൽ വേണമെങ്കിലും പരിശീലിക്കാം, ഏത് നാട്ടിൽ വേണമെങ്കിലും പരിശീലിക്കാം. പക്ഷേ നമുക്ക് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, 3 വർഷം കളരി പഠിച്ചാൽ മാത്രം മതി. കളരി എടുക്കണമെന്ന് പോലും നിർബന്ധമില്ല. അതുകൊണ്ടാണ് 45 വയസ്സിന് ശേഷമുള്ള ഒരുപാട് ആൾക്കാർ 10-20 വർഷം പഠിച്ച് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ച് 50 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചൊക്കെ വരുമ്പോഴും അവർക്ക് കളരിയോട് ഇഷ്ടമാണ്. പക്ഷേ അവർക്ക് എടുക്കാനായിട്ടുള്ള ആ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയിന്ന് അവർ ധരിക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് എടുക്കാൻ പറ്റാത്ത, അങ്ങനെ എടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കും അങ്ങനെ എടുക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നിയമപരമായ സഹായങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കും. അത് അവർ ചെയ്തോണം. അവരുടെ പ്രവർത്തന മേഖലകളുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്കായിരിക്കും. പക്ഷേ നമ്മൾ വ്യക്തമായ ഗൈഡൻസ് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ മീറ്റിങ്ങുകളാണെങ്കിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും മീറ്റിംഗ് അങ്ങനെയൊന്നുമല്ല. പക്ഷേ എന്നാലും കാര്യമായിട്ട് നമ്മളൊരു ആദ്യത്തെ തുടക്ക കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂട്ടായി യോജിക്കാനായിട്ടുള്ള ചില മീറ്റിംഗ്സുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നേരിട്ടല്ല, ഓൺലൈനിൽ തന്നെ ആയിരിക്കും മാക്സിമം കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ നമുക്ക് ഒരു വാർഷിക മീറ്റിംഗ് അതെല്ലാ കൊല്ലവും എല്ലാ സംഘടനകളിലും ഉള്ളതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ആംബിയൻസ് ചേഞ്ച് ആവും. ആംബിയൻസ് നമ്മളൊരു ഗ്ലോബലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസിൽ മാത്രമേ നമ്മുടെ മീറ്റിംഗ്സ് നടക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ IMA ആണത് ഞാനിപ്പോൾ നോക്കിയിട്ട് വന്നത്. IMAയുടെ ഹോള്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഒരു 30-40 ചെയർസ് വരെയൊക്കെ പോവാം. ഞാൻ മേളിലോട്ടുള്ളത് ഉണ്ടോയെന്ന് ഞാൻ അന്വേഷിക്കണം. ഇപ്പം മെമ്പേഴ്സ് ഒരു 10-15 പേരെ അടുത്തോളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ ഈ മെമ്പർഷിപ്പ് മാക്സിമം വർദ്ധിപ്പിക്കുക. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു ആവറേജ് ഒരു 5 to 7 lakhs ആൾക്കാരിന് മേളിൽ ഈ കളരിയുമായി ബന്ധപ്പെട്ട് ഒരു ഏറ്റവും കുറഞ്ഞതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7-8 ലക്ഷത്തിന് മേളിൽ. 8 നിൽക്കില്ല. കാരണം വടക്കൻ മലബാറിലോട്ട് പോയാലും ഈ തെക്ക് ഏറ്റവും എൻഡിലോട്ട് പോയാലും ഒക്കെ ഒരു മേഖലകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ കുടുംബപരമായിട്ട് തന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാർന്നവന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ട് തലമുറകളായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനായിട്ടില്ലാത്ത ഒരു സമൂഹമല്ല നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പം എൻ്റെ ഒരു ആവറേജ് കണക്കാണ്. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു 1.5-2 ലക്ഷം മെമ്പേഴ്സെങ്കിലും നമ്മുടെ ഉള്ളിൽ വരണം. നമ്മൾ അത്രയ്ക്ക് വലിയ ലോകത്തെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ 600 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ മാറണം. ഒരു മാർഷൽ ആർട്ടിൽ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ ഒരു സംഘടനയുടെ ഉള്ളിൽ, സംഘടന എന്ന് പറയുമ്പോൾ ഇവിടെ ആരെയും ഭരിക്കാനൊന്നുമല്ല, നമ്മുടെ ഇവിടെ എല്ലാം ഗൈഡൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുക. അത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും പറയുക. ഇപ്പോൾ നമ്മൾ ചില ഡിബേറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാണാറുണ്ട്, ഒരാൾ സംസാരിക്കുമ്പോൾ അയാളോട് 10,000 പേര് വന്ന് സംസാരിക്കും.
അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഒരാൾക്ക് തന്നെ മറുപടി കൊടുക്കുക, അത് ബാക്കിയുള്ളവർ കേൾക്കുക, അവർക്ക് വേറെ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു കുറേ എറ്റിക്യൂട്ടീസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ക്യാരക്ടർ എറ്റിക്യൂട്ടീസ്, ബിഹേവിയർ സെൻസ്, അതൊക്കെ ഉണ്ട്. എനിക്കൊണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ മാറ്റങ്ങളിലൂടെയൊക്കെ പോകണം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഗ്ലോബലി തിങ്ക് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരുമ്പം ഇത്തരം ഗ്ലോബൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആയിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ക്യാരക്ടർ ആ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ വിദ്യയ്ക്ക് അത് ഗുണം ചെയ്യും. അങ്ങനെ പയ്യെ അത് ഡെവലപ്പ് ആവും. അത് ഞാൻ പറയുന്നത് ഈവൻ എൻ്റെ ജനറേഷനിൽ പോലും ചിലപ്പോൾ നടന്നെന്ന് ഞാൻ കാണുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കറിയില്ല. ഈ 40-50s ഉള്ളിൽ അത്ര ആൾക്കാരില്ലാത്തതുകൊണ്ട് എനിക്കതിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ പറയുന്ന വരാൻ പോകുന്ന ഈ 23 മുതൽ ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ ഇന്ന് മുതൽ എടുക്കുകയാണെങ്കിൽ ഈ വരുന്ന 15 വർഷം കൊണ്ട് ആ മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവിടെ അത് ഫില്ലാവും. ഞങ്ങൾ പോയാലോ അത് അവിടെ ഫില്ലാവും. പിടി കിട്ടിയോ? അപ്പോൾ ഞാനപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റേ 15 പോയാൽ പിന്നെ ഞങ്ങൾക്കും 15 കിടക്കും, അപ്പോൾ ഒരു 30 ആവും. പക്ഷെ ഞാൻ പറയുന്നത് 5-6 വർഷം നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായുള്ള ഒരു മാറ്റം കേരളത്തിൽ വരുത്താൻ സാധിക്കും. എല്ലാ കളരി പഠിക്കുന്നവരും ഗുരുക്കന്മാരാവുന്നില്ല, എല്ലാ കളരി പഠിക്കുന്നവരും കളരി നടത്തുന്നില്ല. എന്നാൽ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും പഠിച്ച് കുറേ കാലം കഴിയുമ്പോൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന പോലെ ഗുരുനാഥന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന സംവിധാനത്തോട് ഒന്നിച്ച് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ കഴിവുകളെ തീർച്ചയായിട്ടും നമ്മൾ അവരെയൊക്കെ അംഗീകരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുകുമാരൻ ഗുരുക്കളെ, തലശ്ശേരി സുകുമാരൻ ഗുരുക്കളെ നമ്മളത് തിരഞ്ഞെടുത്തു. അതുപോലെ വടകര കല്ലരി അഹമ്മദ് ഉസ്താദിനെ നമ്മളതുപോലെ തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മൾ പല ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും തീർച്ചയായിട്ടും നമ്മളിങ്ങനെ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. നമ്മൾ അവരെയൊക്കെ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരികയും അവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അംഗീകരിക്കുക. പൊതുസമൂഹത്തിൽ വ്യക്തിപരമായിട്ട് നമുക്ക് പലരോടും അഭിപ്രായങ്ങളും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ അംഗീകരിക്കുമ്പോൾ അവരുടെ ആ ജീവിതത്തിൽ അവർ ആ വിദ്യയ്ക്ക് നൽകിയ സംഭാവനയെ അംഗീകരിക്കുന്നത് തുല്യമാണ്. വ്യക്തിയെ അംഗീകരിക്കലല്ല അവിടെയുള്ളത്, അവിടെ ഒരു വിദ്യയെ അംഗീകരിക്കലാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ തേടുന്നുണ്ട്. അതുപോലെ ഡാറ്റാസ് എല്ലാം പക്കയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൻ്റെ ഫോം മാത്രമേ ഉള്ളൂ, അത് മാത്രം നോക്കിയിട്ട് അതിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. QR കോഡ് വെച്ച് കയറാം, ലിങ്ക് വെച്ച് വേണമെങ്കിലും കയറാം. രണ്ടും എല്ലാ ഗ്രൂപ്പ്സിലും അപ്ഡേറ്റഡ് ആണ്. ഈ വീഡിയോ ഇടുമ്പോഴും ഞാനത് അതിനകത്തേക്ക് ലിങ്ക് ഇട്ടേക്കാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതിനകത്തുണ്ടാവും. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനൊക്കെ കൃത്യമായൊരു വിഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് ആരെയൊക്കെ രജിസ്റ്റർ ചെയ്യാവുന്ന അവരെയൊക്കെ നമ്മൾ വേറൊരു ഗ്രൂപ്പിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അത് ഫോർമലായിട്ട് അതവിടെ പ്രവർത്തിച്ചുകൊണ്ട് തുടങ്ങുന്ന രീതിയിൽ അങ്ങ് പോകും. പക്ഷെ അതിനൊരു ഫസ്റ്റ് വരുന്ന ഒരു ടൈമിന് അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ്. അത് മാത്രമല്ല, നാഷണൽ സ്റ്റേറ്റ് മത്സരങ്ങളിൽ മത്സരിക്കുന്ന ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് എടുത്തേക്കുന്ന ഏത് കുട്ടിക്കും ഏത് സ്റ്റേറ്റിലും ഇന്ത്യയിലുള്ള പുറത്ത് നടക്കാറില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്സ് അടിച്ചിരിക്കുന്ന ഏത് സ്റ്റേറ്റിലെ കുട്ടികൾക്കാണെങ്കിലും നാഷണൽ ഗെയിംസ്, ഗേലോ ഇന്ത്യ, യൂത്ത് ഓഫ് ഇൻ്റർ യൂണിവേഴ്സിറ്റി, അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ കളരിയുണ്ടെങ്കിൽ അങ്ങനെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത സ്കൂൾ ഗെയിംസിൽ വരാൻ പോവുക. പക്ഷേ നമുക്ക് ആ പ്രായത്തിൽ എടുക്കാൻ പറ്റത്തില്ല, 18 കഴിഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആരെല്ലെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്ന് നിലവിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന സൗഹൃദങ്ങളിൽ മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരുണ്ടെങ്കിലോ അവരെ അറിയിക്കുക. ഈ സംഘടനയിൽ അവർക്ക് ഫ്രീ മെമ്പർഷിപ്പ് ആയിരിക്കും, എൻട്രി ഇയറിൽ മാത്രം കേട്ടോ. എൻട്രി ഇയറിൽ ആദ്യത്തെ ഒരു വർഷം. പിന്നെ നമ്മൾ എല്ലാവർക്കും നോർമലൈസ് തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇപ്പോൾ ഇപ്പോൾ ഒരു 26-27 സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 52-54 നമ്പേഴ്സ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. ഫ്രീ ആയിട്ട് അവർ എടുക്കുക, വേറെ ഒന്നും അവരിൽ നിന്നൊന്നും മേടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇത് വർഷം ഇങ്ങനെ വരുമ്പോൾ അത്രയും എൻട്രീസ് വരും. ഈ എൻട്രീസ് വന്നാൽ മാത്രം പോരാ, ഇവിടെ എണ്ണം കൂട്ടലല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ആ വന്ന ആളുകളെ കൊണ്ടിട്ട് നമുക്ക് എത്രത്തോളം അവർക്ക് കളരിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അത് നമ്മൾ അന്വേഷിക്കും. എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവരുടെ പ്രൊഫഷൻസ് വേറെ ആയിരിക്കും. ഇതൊരു പാഷൻ്റെ പുറത്ത് പോകുന്ന ഒരു സമയമുണ്ട്. അത് സീരിയസ് ആയിട്ട് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. 1000 പേരിൽ 1-2 ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ തൽപരരായ ആൾക്കാർക്കാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഇപ്പോൾ ഈ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്സിലായിരിക്കും ചിലപ്പോൾ ചോദിച്ചാൽ ഒരു IT-ലൊക്കെ പോയ ബാംഗ്ലൂർ, ഹൈദരാബാദ് ആവാം, ചെന്നൈ ആവാം, ബോംബെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ, ഗുജറാത്ത്, അവിടെയൊക്കെ പോകുന്ന ആൾക്കാർ, UP ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അവിടങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സംഘടനകൾ സ്വാഭാവികമായിട്ടുണ്ട്. പല
സംഘടനകൾക്കും നാഷണൽ വൈഡ് നല്ല പാൻ ഇന്ത്യ കംപ്ലീറ്റ് ഉള്ള ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രൊഫഷണൽ ബാക്കപ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു സഹായത്തിന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇതിനകത്ത് ഉണ്ടാവില്ല. ജാതി, മതം, രാഷ്ട്രീയം, അതേപോലെ നിറം, വർണ്ണം, സമ്പത്തിൻ്റെ ഘടന പോലും അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ ചില ആളുകൾ ഗുരുനാഥന്മാർ തന്നെ ആവണമെന്നില്ല. പല കുട്ടികൾക്ക് പോലും ചിലപ്പോൾ അതിനൊക്കെയുള്ള കഴിവുകൾ ഉണ്ടാവുന്ന നിർബന്ധങ്ങളൊന്നുമില്ല. അതൊക്കെ എല്ലാവരുടെയും ജീവിതാവസ്ഥ ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പോലും നമ്മുടെ ഈ സംവിധാനത്തിൽ നമ്മൾ അനുവദിക്കില്ല. അതുപോലെ തന്നെ യൂത്തിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ലേഡീസിന് വേണ്ടിയിട്ടൊരു വിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പോണ്ടിച്ചേരിയിൽ ഈ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻഷിപ്പ് നേടിയ സ്നേഹ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുരുനാഥൻ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്നേഹയ്ക്ക് പുരസ്കാരം കൊടുത്തത് കുറവേ പുരസ്കാരം എന്നാണ്. നമ്മുടെ ദ്രാവിഡ സംസ്കൃതിയിൽ യുദ്ധദേവത എന്നറിയപ്പെടുന്നത് കൊറവൈ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ദേവതയുടെ ആ നാമത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മളിത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് എക്സിക്യൂട്ടീവിലെടുത്തു. നോർമലി ഈ പറയുന്ന ഒരുവിധപ്പെട്ട സംഘടനകളിലെല്ലാം തന്നെ ഈ വുമൺ പാർട്ടിസിപ്പേഷൻ കുറവാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടികൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻട്രോവേറ്റർ പക്ഷേ സ്റ്റേജിൽ നന്നായിട്ട് കളിക്കും, നല്ല സൂപ്പറായിട്ട് കളിക്കും, അതൊന്നും തെറ്റൊന്നുമില്ല, നന്നായിട്ട് കളിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പൊന്നിത്തങ്ങളിൽ ഒരു കുട്ടിയുടെ വടി പോയിട്ട് പിന്നെ കറക്കിയത് അതിനേക്കാൾ അടിപൊളിയായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്രിഷ്യേറ്റബിളാണ്. അതെല്ലാം പോട്ടെ. പക്ഷേ അവിടെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ശരിക്കും ഒരു നിയന്ത്രണനിരയിലേക്ക് നിങ്ങളിത് വരണം. അപ്പോൾ ഞാൻ ഈ സംവിധാനങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്ത് വരുന്ന സമയമാകുമ്പോൾ നോർമലി ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇതിൽ സ്ത്രീകളുടെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം നമ്മുടെ എല്ലാ കമ്മിറ്റിയിലും വേണമെന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ വനിതകൾക്കുള്ള ഒരു വിങ്ങായിട്ടും യൂത്തിന് മറ്റൊരു വിങ്ങായിട്ടും അത് സെപ്പറേറ്റ് പോകും. അതിൽ യൂത്തിൽ 2 കൂട്ടരുണ്ടാവും. പക്ഷേ വനിതകളുടെ മാത്രം ഒരു വിങ് ഉണ്ടാവും. മിക്കവാറും സ്നേഹ തന്നെയായിരിക്കും മിക്കവാറും അത് ഹെഡ് ആവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആരെങ്കിലും ഇതിനകത്തൊക്കെ എപ്പോഴും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും എല്ലാം. നിങ്ങളെങ്ങനെ പെർഫോം ചെയ്തു, നിങ്ങൾക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കണം. 25-25 നമ്മുടെ ഈ സംഗതി പടപടാന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുക. പിന്നെ കുറച്ച് മെച്യൂർഡാവും. പിന്നെ മെച്യൂർഡ് എന്ന് നല്ല രീതിയിലാട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുന്ന ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും വലിയൊരു ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം. നിങ്ങൾക്കതെങ്ങനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ അവസരം എല്ലാം ഓപ്പണാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഐഡിയാസ്, അത് പക്കയായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും നിങ്ങളുടെ ബാക്ക് എൻഡിൽ ഉണ്ടാവും. ഈ വരുന്ന എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെയായിരിക്കും നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയൊരു ഗ്രൂപ്പായിരിക്കില്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു 7 lakhs to 8 lakhs എങ്കിലും നമ്മളിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹമാണ്, ഒരു 5 കൊല്ലത്തിനുള്ളിലെങ്കിലും. അപ്പോൾ അത്രയും ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു, പല ഗുരുക്കന്മാർക്കൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചില ശ്രമങ്ങളൊക്കെ നടത്തും. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതൊക്കെ കുറച്ച് ടൈം എടുക്കും. ഒരു മൂവിങ് സ്റ്റേജിൽ എത്തിക്കുമ്പോൾ അതൊക്കെ വരും. അതുപോലെ നമ്മുടെ മീറ്റിംഗ്സ് നടത്തുന്ന കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആംബിയൻസ് എല്ലാം തന്നെ ഗ്ലോബലി അപ്രോച്ചബിൾ ആവുന്ന സമയം, എല്ലായിടത്തും ഗ്ലോബലി അപ്രോച്ചബിൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രിവിലേജ് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ വരുന്ന എല്ലാ മെമ്പേഴ്സും വാല്യൂഡ് മെമ്പേഴ്സാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ലൊരു പ്രിവിലേജ് കിട്ടുന്ന ഇടങ്ങളിലായിരിക്കാം നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നടക്കാനായിട്ട് സാധ്യത കൂടുതൽ. അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഓർക്കുക. വീഡിയോ ഇപ്പോൾ 6 മിനിറ്റ് എന്നുള്ളത് 32 മിനിറ്റായി. ഞാൻ അന്നത്തെ കാര്യം സംസാരിക്കുമ്പോൾ കുറച്ച് ഏറിപ്പോവാറുണ്ട് ഇങ്ങനെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ സ്പോർട്സ് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സുകളൊക്കെ വരാറുണ്ട്. IISMൻ്റെ കോഴ്സൊക്കെ ഉണ്ട്. അത് ബോംബെ അന്തേരിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം IML അവരുടെ മീറ്റിങ്ങിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നോക്കുക. കാരണം 2036 ചിലപ്പോൾ ഇന്ത്യക്ക് ബിഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒളിമ്പിക്സിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പോർട്സിൻ്റെ രംഗത്തേക്ക് ഒരുപാട് സാധ്യതകൾ ആ സമയത്ത് ഓപ്പൺ ആവുന്നതല്ല, അതിന് മുമ്പേ തുടങ്ങും. അപ്പം എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റീസിനെയൊക്കെ അവർ പെട്ടെന്ന് ഹയർ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പല മേഖലകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചാൻസ് കൂടുതലാണ്. എല്ലാവരും പോകണമെന്നല്ല പറയുന്നത്, ടേസ്റ്റ് ഉള്ളവർ അത് ട്രൈ ചെയ്യുക. പിന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കളരിയായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നമ്മുടെ കേരള സർക്കാരും മലയാളം യൂണിവേഴ്സിറ്റിയായിട്ട് നടന്നിട്ട് ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഗ്രന്ഥം തന്നെ ഒരു നല്ലൊരു പഠനമാണ്. നല്ല രീതിയിലുള്ള ആഴത്തിലേറിയ ഒരു പഠനം തന്നെയാണ്. ഒരു 600-ഓളം പേജ് ഉണ്ട്. ഏകദേശം 2800 രൂപയാണ് അതിൻ്റെ വില. കഴിയുന്നവരുണ്ടെങ്കിൽ ഇത് മേടിച്ച് വായിക്കുക. എന്നുവെച്ചാൽ അതൊക്കെ ഒരു റിസർച്ച് പോകുന്ന റൂട്ട് വേറെയാണ്. നമ്മൾ സാധാരണ ഒരു വായിക്കുന്ന ഒരു ഇതിലായിരിക്കില്ല ഒരു റിസർച്ചിൻ്റെ എഴുത്തുകളും കാര്യങ്ങളും. പക്ഷേ എന്നിരുന്നാലും നമുക്കതിൻ്റെ ആ ആഴവും അവർ അതിനെടുത്തേക്കുന്ന എഫർട്ട് 2 വർഷമായിരുന്നു അവരത് ഉദ്ദേശിച്ചെങ്കിൽ അത് 1 വർഷം കൊണ്ട് തീർത്തു എന്നുള്ളത് അവർക്ക് വലിയൊരു അഭിനന്ദനം നേരുകയാണ് ആ കാര്യത്തിൽ. പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ മെഡിക്കൽ ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചികിത്സാ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു റോഡ് മാപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പല ആംബിയൻസുകളിലും ചെറിയ ചേഞ്ചസ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തുന്നു. ഇവിടെ എല്ലാം
നമ്മൾ എപ്പോഴും പറയുന്നത് എനിക്കെന്ത് കിട്ടുമെന്നല്ല, ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടത്. അവിടെ ആ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ചെറിയ ചെറിയ തുടക്കങ്ങളായിരിക്കുള്ളൂ. അതിനുള്ള ചെറിയ കുഞ്ഞ് റിസ്കുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അതിനുള്ള ചെറിയ ചെറിയ നുറുക്ക് വിദ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇൻ്റർനാഷണലി ഇത് ചെയ്യുന്ന കുറേ രാജ്യങ്ങളിലായിട്ടുള്ള മാസ്റ്റേഴ്സുമായിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചില ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ അത് ജനറൽ ബോഡിയിൽ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഓപ്പണിൽ ഇപ്പോൾ ഷെയർ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മുടെ സ്കൂൾ ഗെയിംസിലേക്ക് വരുവാണ്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുള്ള സ്കൂളുകൾക്ക് അടുത്തൊക്കെ കളരികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള AEOയുടെ അടുത്ത് പോവുക. സ്കൂൾ ഗെയിംസിൻ്റെ മാനുവൽ പരിഷ്കാരങ്ങൾ നടക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ നിയമങ്ങൾ അറിയണം, അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നേരത്തെ അറിഞ്ഞു വെക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധ്യവാന്മാരാകുക. സബ് ഡിസ്ട്രിക്റ്റ് മുതൽ തന്നെ നടക്കും. ഓൾമോസ്റ്റ് ഒരു ജൂലൈ ഓഗസ്റ്റോടെയാണ് സബ് ഡിസ്ട്രിക്റ്റ് ഒക്കെ പൊതുവെ തുടങ്ങാറ്. അപ്പോൾ അത് നേരത്തെ അറിഞ്ഞു വെക്കുകയും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനൊരു ഇതുണ്ടാവും. അതുമാത്രമല്ല, നമ്മുടെ സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു വർഷം 10ാം ക്ലാസ് മാത്രം പാസ്സാവുന്നത് ലക്ഷങ്ങൾ കണക്കിന് കുട്ടികളാണ്, അറിയാമല്ലോ. അപ്പോൾ എത്ര കുട്ടികൾ അകത്ത് പഠിക്കുന്നുണ്ടാവും എന്നുള്ളതിന് നമ്മൾ നേരെ തിരിച്ച് ചിന്തിച്ചാൽ 10 ഇരട്ടി ഉണ്ടെന്ന് ചിന്തിച്ചാൽ ഏകദേശം കറക്റ്റാവും. അപ്പോൾ അത്രയേറെ വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിൽ കളരിക്ക് വേണ്ടി ഒരു വലിയൊരു വാതിലുണ്ടെന്ന് മനസ്സിലാക്കുക. 5 ലക്ഷം കുട്ടികളാണ് പഠിക്കുന്നത്, പുറത്തേക്ക് 10ാം ക്ലാസ്സിൽ 5 ലക്ഷം ഇറങ്ങണമെങ്കിൽ പുറകിലുള്ള ബാക്കിയുള്ള 9 ഇരട്ടി കിടക്കുന്നത് 45 ലക്ഷമാണ്. 45 ലക്ഷം. അപ്പോൾ നമുക്ക് എത്രത്തോളം സാധ്യതകൾ ഒരു സ്കൂളിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇതുപോലത്തെ ഇപ്പം പ്രായമുള്ള ഗുരുനാഥന്മാർക്ക് പോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് യങ്ങർ സ്റ്റേജിലുള്ള ആൾക്കാരെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ പോകാനും, ഇപ്പോൾ ചെറിയൊരു ഇൻകം ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു പോകാനൊക്കെ സാധിക്കുന്ന രീതിയിലെല്ലാം അതൊക്കെ ഓപ്പൺ ആവും. അങ്ങനെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഈ ഒരു മേഖലയിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ വല്ല ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിലൊക്കെ പോകുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഗെയിംസിൻ്റെ ഈ പറയുന്ന മാനുവലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തുള്ള AEOയായിട്ട് ബന്ധപ്പെടുകയും അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നേരത്തെ അറിഞ്ഞു വെക്കുക. സ്വാഭാവികമായിട്ടും കൗൺസിലായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കണം അതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റി, അതാണ് അതിൻ്റെ നിയമവും. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും വേർതിരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അവിടെ ഒരിക്കലും ഒരു കളരിയുടെ പേരിലല്ല ഇറങ്ങുന്നതും, ആർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഇല്ല. എല്ലാം സ്കൂളിൻ്റെ പേരിൽ ഇറങ്ങണം. അതുകൊണ്ടിട്ട് ആ പേടിയും അവിടെ അസ്ഥാനത്താണ്. സ്കൂളിൻ്റെ പേരിൽ ഇറങ്ങി സ്കൂളിൻ്റെ പേരിൽ സമ്മാനം മേടിച്ച് സ്കൂളിൻ്റെ പേരിൽ വീട്ടിൽ വരും. പക്ഷേ ഗുരുക്കളുടെ ശിഷ്യനാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളും ഇല്ല. അതുകൊണ്ടിട്ട് ആ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ വരണേക്ക് മുമ്പ് തന്നെ നേരത്തെ അപേക്ഷകൾ കൊടുത്തിട്ട് AEOയുടെ ഓഫീസിൽ കൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് അതിനുള്ള കാര്യങ്ങൾ വരുമ്പോൾ അറിയിക്കണമെന്നുള്ളത് അടുത്തുള്ള കളരി ഗുരുക്കന്മാർ ആ അടുത്തുള്ള സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ പോയിട്ട് ലെറ്റർ കൊടുത്താൽ അവർ PT ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ അതിനുള്ള മറുപടി തരുമെന്നാണ് വിശ്വസിക്കുന്നത്. സ്കൂളിലും കൊടുക്കുക, AEOയ്ക്കും കൊടുക്കുക. പിന്നെയുള്ളത് യൂത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വേറെ ഉള്ളത് ഫീസിൻ്റെ സ്ട്രക്ചറാണ്. 18 വയസ്സ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഓക്കെ 25 വരെ ഉള്ളത്. പിന്നെ ഫ്രീ മെമ്പർഷിപ്പ് ഉള്ളത് 45 മുകളിലോട്ടുള്ള ആൾക്കാർക്കാണ്. പിന്നെ അവാർഡീസായിട്ട് നമ്മൾ എടുക്കുന്ന ആളുകളെ നമ്മളത് ഫ്രീ മെമ്പർഷിപ്പായിട്ട് നമ്മൾ അവരെ കൺസൈൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ആരെങ്കിലുമൊക്കെ ബഹുമാനിക്കാനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെല്ലാവരും അറിയിച്ചിട്ട് അത് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്തോളമായി, 6 മിനിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇത്രയും നേരം ഇപ്പം ഇത്രയും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും ഇപ്പോൾ റിസർച്ച് ഓറിയൻറ്റഡുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് പബ്ലിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളരിയുമായി ബന്ധപ്പെട്ടും അനുബന്ധമായിട്ട് വന്നേക്കുന്ന ഒരുപാട് തീസിസ്, ബുക്ക്, ലേഖനങ്ങൾ ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയേക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്നതൊന്നും നമ്മൾക്ക് അധികം കേൾക്കുന്നില്ല, അധികം ഇല്ലതാനും. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് പഴയകാല ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ട് പബ്ലിഷേഴ്സിനെ സമീപിച്ചുകൊണ്ടിട്ട് അത് റീപബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നോ നമ്മുടെ ഡിമാൻഡിനനുസരിച്ചിട്ടോ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞാലൊന്നും ഒരു പ്രിൻറ്റ് ചെയ്യില്ല. നമ്മളൊരു ഡിമാൻഡ് കൊടുത്തിട്ട് POD അനുസരിച്ച് പ്രിൻ്റ് ഓൺ ഓർഡർ എന്നുള്ള രീതിയിലേക്ക് ഒരു മിനിമം എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രസാധകരത്ത് ചോദിച്ചിട്ട് ചെയ്യാനും, അതുപോലെ അതിൻ്റെ അതിനൊരു എമൗണ്ട് ഉണ്ടാവില്ല, നമുക്ക് അതിൻ്റെ ഒരു രൂപ പോലും നമുക്ക് അതിനകത്തുനിന്ന് പ്രൊഫിറ്റ് വേണ്ട. പക്ഷേ അതിൻ്റെ ഒരു എമൗണ്ട് ആ ഗുരുനാഥന്മാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ അത് അവർക്ക് ഒരു ഗുണമാണ്. ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലവരൊക്കെ പോയിട്ടുണ്ടാവും, ഒരുപാട് പഴക്കമുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആണെങ്കിൽ പോയിട്ടുണ്ടാവും.
അല്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ തീസിസുകൾ, നമ്മളിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വായിക്കുക. ലോകത്ത് നിരവധിയായ തീസിസ്, നിരവധിയായ മാർഷൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായ ഗ്രന്ഥങ്ങൾ, ഒരുപാട് സ്റ്റൈൽസിനായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് റിസർച്ച് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ അനാട്ടമി, ഫിസിയോളജി, പാത്തോളജി, കൈനറ്റിക്സ്, അതുപോലെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സിൻ്റെ നമ്മുടെ മസിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞരമ്പ് എല്ലാ സാധനങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ലേഖനങ്ങൾ നമ്മുടെ അഡോൾസൻസ് ഈ ഏജിൽ നമ്മുടെ സ്പോർട്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, സൈക്കോളജിക്കലി നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എത്രത്തോളം വർദ്ധിക്കും, അങ്ങനെ ഒരുപാട് നമ്മുടെ മൈൻഡ്, ബോഡി, സ്പിരിച്വൽ ആസ്പെക്റ്റായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ സ്പോർട്സിൻ്റെ മേഖലയിൽ തന്നെ നടക്കുന്നുണ്ട്. മാർഷൽ ആർട്സിൻ്റെ മേഖലയിൽ മാത്രം ഞാൻ ഏകദേശം ഒരു 400-ഓളം മേളിൽ തീസിസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്ര ഡെപ്തായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖല, ചിലപ്പോൾ ഒരു പേജ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 4 പേജ് ഉണ്ടാവും, ചിലപ്പോൾ 36 പേജ് ഉണ്ടാവും, ചിലപ്പോൾ 100 പേജുള്ള പുസ്തകങ്ങൾ വരെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. മാക്സിമം നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന്, കാരണം ഭാഷാപരമായിട്ടുള്ള ഒരു ഇത് വേണം, ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ടും അവൈലബിലിറ്റി കൂടുതലുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഇതിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ടിട്ട് വന്ന് കിട്ടിയ ചെറിയ ഐഡിയാസാണ്. ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇതുവരെ നോക്കിയിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് ടൈം ഇംപ്ലിമെൻ്റ് ആണ്. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്ലോബലിയാണ്. കളരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഒരു കുടക്കീഴിൽ തന്നെ നിൽക്കുക. അതിൽ നേരത്തെ പറഞ്ഞു, കളരി ക്ലാസ് ഇടുന്നവരുടെ മാത്രമല്ല, 18 വയസ്സിന് മുകളിലും 3 വർഷം കളരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കും, അവരിപ്പോൾ കളരി പഠിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ പോലും കുഴപ്പമില്ല, അവരെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറയുന്ന പോലെ കുറേ ലിങ്കുകളൊക്കെ ഞാൻ പല ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിയുന്ന അത്രയും ആളുകൾ നമ്മുടെ ഈ പറയുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വളരെ ഈസിയറാണ്. അതിനകത്ത് ഒരു 5 മിനിറ്റത്തെ പോലും കാര്യമേ ഉള്ളൂ. അത് നിങ്ങളത് ചെയ്ത് അതനുസരിച്ചിട്ട് നിങ്ങളത് ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു റെസ്പോൺസ് മെയിൽ വരും. അത് നിങ്ങളുടെ മെയിലിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം വേറെയുണ്ട്. അത് സ്പ്രെഡ്ഷീറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി വരും. നമുക്കതനുസരിച്ചിട്ട് നമുക്ക് ഈ അധികം വൈകാതെ, ഈ മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അധികം വൈകാതെ തന്നെ എല്ലാവർക്കും ഒരു ജനറൽ ബോഡി ഒരു നല്ലൊരു സ്ഥലത്ത്, ഞാൻ നെയ്മയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കൊച്ചി തന്നെ ആയിരിക്കും ആദ്യത്തെ വരിക. അതുപോലെ മറ്റൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഈ കൂട്ടായ്മയുടെ ആജീവനാന്ത രക്ഷാധികാരി എന്ന് പറയുന്നത് എറണാകുളത്തെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന രക്ഷാധികാരി. അതിൽ ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. പിന്നെ ഞങ്ങളൊരു 10-13 പേരടുത്തോളം വരുന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയപരമായ ചായ്വുകളൊന്നുമല്ല, പക്ഷേ അദ്ദേഹം സ്പോർട്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്നും ഒക്കെ അറിയുന്നത് കൊണ്ടിട്ടും ഞങ്ങളുടെ നാട്ടുകാരനൊക്കെ ആയതുകൊണ്ടിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ അപ്രോച്ചുള്ള ആളുകളോടൊപ്പം ഗ്ലോബലായിട്ട് നിന്ന് നമ്മൾ കളരിയെ ഗ്ലോബലി തന്നെ നമ്മൾ വളർത്തണം. നമ്മുടെ പൈതൃകത്തെ ഗ്ലോബലി, ഇപ്പോൾ ചൈനയിലൊക്കെ നടന്നത് അങ്ങനെയാണ്. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള ആളുകളായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കി. ഇപ്പോൾ ചൈനയിലും ജപ്പാനിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ബ്രൂണൈ, അങ്ങനെ വിയറ്റ്നാം, എല്ലാം അവരൊക്കെ ഇതുപോലത്തെ ട്രഡീഷണൽ ആർട്ട് നമ്മളെക്കാളും ഒരുപാടുണ്ട്. നമ്മളെക്കാളും പട്ടിണിയുള്ള രാജ്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഇതുകൊണ്ട് ജീവിക്കാനും കൂടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ മാക്സിമം പറ്റുന്ന എല്ലാവരും തന്നെ ഇതിലൊരു അംഗങ്ങളാവുക. മറ്റുള്ളവരുടെ നിങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ ഇത് ബാധിക്കില്ല. എന്തെങ്കിലും സഹായങ്ങളായിട്ട് യൂത്ത്, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ആർക്കെന്തെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും നിങ്ങളുടെ കരിയറായിട്ടാണെങ്കിലും മറ്റെന്തെങ്കിലും സംവിധാനങ്ങളായിട്ട് ബന്ധപ്പെടണമെങ്കിലും നിങ്ങളിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് കഴിയുമ്പോൾ ഒരാൾക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു സഹായം മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്താൽ. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 100 ഗുരുക്കന്മാരെ അറിയായിരിക്കും, പക്ഷേ എനിക്ക് നടക്കേണ്ടുന്ന ഒരു കാരണം ചിലപ്പോൾ ഒരു 101-ാമത്തെ ഒരു ഗുരുനാഥനിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനിൽ നിന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്നിവിടെ കടന്നു പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ വളരും. ഈ കളരി എന്ന് പറയുന്ന വിദ്യാലോകം ഒന്നിച്ച് നിൽക്കും. നമ്മളൊരു കൊടക്കീഴിൽ നിൽക്കും. നമ്മുടെ മറ്റുള്ള എല്ലാ സാധനങ്ങളെല്ലാം വിട്ട് കളഞ്ഞുകൊണ്ടിട്ട് നമ്മൾ അതെല്ലാം അവിടെ നടന്നോട്ടെ, അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ട് തന്നെ പോകണം. കാരണം വാശിയും അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖമുള്ളൂ, അല്ലെങ്കിൽ എല്ലാം തണുത്ത മട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഒരിടത്തൊരു കോമ്പറ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് അപ്പുറത്തെ ഒരാൾക്കത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് തോന്നുക.
ഇവിടെ കിട്ടുമോ? ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കളരിയൊക്കെ മത്സരങ്ങൾ നടന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അതൊരു കാലഘട്ടം കഴിഞ്ഞു. 2012, 14 കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വന്നേക്കണ മാറ്റം എന്ന് പറഞ്ഞാൽ കുറേ കൂടി വളരെ പ്രൊഫഷണലായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പോയേക്കുന്ന ഒരു രീതിയിലേക്ക് വന്നേക്കണം. അപ്പോൾ ആ മാറ്റം അതിൽ മാത്രം വന്നാൽ പോരാ, വിദ്യാലോകത്തിലേക്ക് കടക്കുകയും അത് യുവാക്കളിലൂടെ വരികയും അതിൽ സ്ത്രീ പങ്കാളിത്തം, വനിതാ പ്രാതിനിധ്യം കൂടുതലാക്കുകയും വേണം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗുരുനാഥന്മാരിലെ ക്ലാസ്സുകൾ എടുക്കുന്നത് പോലെ തന്നെ വനിതാ പ്രാതിനിധ്യം ഏറ്റവും കുറഞ്ഞത് ഒരു 20-30% നമുക്ക് അവരുടെയും കൂടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തേക്ക് വരണം. കാരണം അവരും ഈ പറയുന്ന പോലെ ആൺകുട്ടികളെ പോലെ തന്നെ പഠിക്കുന്നുണ്ട്. ഒരു 8 വയസ്സ് മുതൽ 10-20 വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. പറക്കണ പിള്ളേരുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിലുണ്ട്, കാണിച്ചു തരാൻ പറ്റും. അതുപോലെ നമ്മൾ കാണുന്നതാണല്ലോ വീഡിയോ ഒക്കെ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ ഒരു ഘട്ടത്തിലൊരു ബ്രേക്ക് വന്നാലും പിന്നീടാണെങ്കിലും അവർക്കത് തുടർന്ന് കൊണ്ടുപോകാനും അവരുടെ പാഷനെ മുൻനിർത്തിക്കൊണ്ടിട്ട് വീണ്ടും പഠിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ. നമ്മളാരെയും ഒരാളെ പോലും നമ്മളാരെയും ഒഴിവാക്കില്ല. എന്തെങ്കിലും ഒരു കാരണങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങളോ ആശയങ്ങളോ ആശങ്കകളോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചില എതിർപ്പുകൾ വരെ വരാം, പിടികിട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും വളരെ ഓപ്പണായിട്ട് വിത്തൗട്ട് ഈഗോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിക്കാം, ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ടെന്നാലും തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാം. ഓക്കെ അല്ലേ? ഇത്രയും വ്യക്തമാക്കി പറഞ്ഞ് കുറേ സമയം എടുത്ത് 3/4 മണിക്കൂറായി. സോറി, ക്ഷമിക്കണം. ഇത്രയും വ്യക്തമാക്കി പറയേണ്ട അവസ്ഥ വന്നത് നമുക്ക് ഈ പറയുന്ന ഏറ്റവും വലിയൊരു ഗുരുതരമായ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടും അത് സമീപ ഭാവിയിൽ അത് മറ്റുള്ള അടുത്ത ജനറേഷന് 2 ജനറേഷനെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പൂർണ്ണമായിട്ടും ബാധിക്കാൻ പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറാതിരിക്കാനും കൂടെയുള്ള ഒരു പ്രിക്വേഷൻ, ആ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു വലിയൊരു എഫോർട്ടാണ്, എനിക്കറിയാം, വലിയൊരു എഫോർട്ടാണ്. പെട്ടെന്നൊന്നും നടക്കില്ല. പക്ഷേ ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആ ചിന്താഗതികളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് ഇവരെയൊക്കെ ഒന്ന് വളർത്തി കൂടെ പിടിച്ച് നോക്കി നമ്മുടെ ഈ വിദ്യ പിന്നെ ഒരൊറ്റ പോക്കായിരിക്കും, പിന്നെ നല്ല രീതിയിൽ ബൂം ചെയ്യും. അതിനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പൊട്ടൻഷ്യലായിട്ടുള്ളൊരു മാർഷൽ ആർട്ടാണ് നമ്മുടെ. അത് ഒരു സംവിധാനം മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കളരിയുടെ ശൈലികളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ഇവന് പട്ടംതിരിപ്പൊന്നും ഇപ്പോൾ പുറത്തേക്ക് ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ തന്നെ ഒരു തവണ നാടൻഗുരുക്കൾ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പോയി കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമുക്കൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരുപാടുണ്ട്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നും ഇനിയുള്ളതെങ്കിലും നഷ്ടപ്പെടാതെ അടുത്ത തലമുറയിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചത് മാത്രം പോരാ, അവരെ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടിട്ട് നമുക്ക് പലർക്കും സമാധാനത്തോടെ ഇവിടുന്ന് പിരിയാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് എല്ലാവരും എത്തുകയും ഈ ഒരു വിദ്യ നൂറ്റാണ്ടുകളല്ല ആയിരക്കണക്കിൽ എന്ന് ഭൂമിയുണ്ട് അന്ന് വരെ ഇവിടെ നിലനിൽക്കട്ടെ, ഈ മലയാള നാട്ടിൽ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേൾഡ് അലയൻസ് ഫോർ കളരി ഹെറിറ്റേജ് വാക്ക് എന്നാണ് എൻ്റെ പേര്. വാക്ക് അല്ലേ? വാക്ക് എന്ന് പറഞ്ഞ ശബ്ദം മലയാളത്തിൽ പറയും വാക്കിലേക്ക് സ്വാഗതമാണ്. എല്ലാവർക്കും സ്നേഹപൂർവമായ വരവേൽപ്പ്. നമുക്ക് തീർച്ചയായിട്ടും ജനറൽ ബോഡി വിളിക്കുമ്പോൾ എന്തായാലും ചെയ്യാം. അത് നിങ്ങൾ മാക്സിമം എത്രയും നേരത്തെ വരുന്നോ അത്രയും നമ്മൾ അതനുസരിച്ച് നേരത്തെ തന്നെ അത് കണ്ടക്ട് ചെയ്യും. ഒരു മിനിമൽ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ അത് ഡിക്ലെയർ ചെയ്ത് പിന്നീട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദൂരെയുള്ളവർക്കാണെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ ആണെങ്കിൽ ഈ കാർഡ്, അതുപോലെ സർട്ടിഫിക്കറ്റ്, ഒരു ബുക്ക്, ഒരു പാക്കൻ്റെ പെന്ന്, ഇത്രയാണ് നമ്മൾ ഒരു മെമ്പർഷിപ്പ് കിറ്റിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു നമ്മുടെ ID കാർഡ്, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ ഒരു കളരിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയേക്കുന്ന ഒരു ഗ്രന്ഥം, പിന്നെ ഒരു പാർക്കറിൻ്റെ പേനയ്ക്കൊക്കെ വില വേറെയാണ്. ആ വിലയ്ക്കുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇതിനോടൊക്കെ സാമ്യമായിട്ടുള്ളൊരു വില. അതിലേക്ക് നിങ്ങൾ തന്നതിന് ഒരു പകുതിക്ക് അടുത്തെങ്കിലും, ഒരു 40-50% അടുത്തെങ്കിലും മൂല്യമുള്ളത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടിട്ട് അതും ഒരു നല്ലൊരു കുറച്ച് കാലം കൂടെ ഓർക്കാനുള്ള രീതിയിലേക്ക് നല്ലൊരു ഇതായിട്ടൊക്കെ അത് പ്രൊഫഷണലി ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ യോജിപ്പും നമ്മുടെ ഒത്തുചേരലും കൂടെ ഒന്നിച്ച് നടന്നാൽ ഇതെല്ലാം ഭംഗിയാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിലേക്ക് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു, ഒന്നും പ്രശ്നമില്ല. എനിക്കൊരു ഈഗോ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. ഈഗോ ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയണേ, ഈഗോ ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്നു ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാം. എനിക്കറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിട്ട് ഞാനത് അറിയുന്ന നല്ല സോഴ്സ്, കറക്റ്റ് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും എത്തിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അനിയന്മാരോടൊക്കെയാണ് പറയുക, നിങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ശക്തി. കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ എൻ്റെ കാര്യമൊക്കെ ഏതാണ്ടൊക്കെ ഓക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള താഴെയുള്ളവർക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളായിരിക്കണം ഇതിൻ്റെ ഗൈഡിങ് ഫോഴ്സിൽ. ഞങ്ങളല്ല പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രവർത്തന ശൈലികളിലും ഇതെല്ലാം നിങ്ങളൊരു മുഖമായിരിക്കും. നിങ്ങളായിരിക്കണം ഇനി കളരിയുടെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഇതിനൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞുതരാം. അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്കൊരു കാലഘട്ടത്തിൽ കോമൺവെൽത്ത് കിടന്നു, ആദ്യം മുമ്പ് കിടന്നത്. എനിക്കൊന്ന് 13-14 ഡൗട്ട് 10-16 സമയത്ത്
പക്ഷേ അതിനൊരു പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് സ്കാംസ് നടന്നു, ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളായി, പല വേദികളിലും പല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പക്ഷേ പിന്നീട് ഒരു സംഗതി നടന്നു. അത് നടന്നപ്പോൾ അതെന്തുകൊണ്ട് വിജയിച്ചു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹയർ ചെയ്തത് യൂറോപ്യൻസിനെയായിരുന്നു. അത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അവർ യൂറോപ്യൻസിനെ ഹയർ ചെയ്തപ്പോൾ അത് പ്രൊഫഷണലായിട്ട് ഒരു തരത്തിലുള്ള പാളിച്ചയില്ലാതെ അവർ ചെയ്തിട്ട് പോയി. അതാണ് പറയുന്നത്, നമ്മൾ ഗ്ലോബലി നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രീതികളേ അല്ല. നമ്മൾ എത്രത്തോളം പ്രൊഫഷണൽ ആവണോ അത്രത്തോളം ഈസിയർ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾ. എത്രത്തോളം പ്രൊഫഷണൽ ആവുന്നോ അത്രത്തോളം നമുക്ക് പ്രൊഫഷണൽ ടൈം കൂടുതൽ കിട്ടും. ആ ടൈം ഫസ്റ്റ് പഠിപ്പിക്കുന്ന സംഗതി തന്നെ ടൈം മാനേജ്മെൻറ്റാണ്. നമ്മൾ ഏത് സമയത്ത് എന്ത് പൂർത്തീകരിക്കണം. ഒരു ടാർഗറ്റ് 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ 9 ദിവസത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എങ്കിൽ അത് 8ാം ദിവസം തീർക്കാൻ ശ്രമിക്കും. ചിലപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് വരാം. പക്ഷേ ഈ പ്രൊഫഷണലിസം ആണ് അവരെയൊക്കെ ഇന്നലെ വലിയ ഇതിലേക്കൊക്കെ എത്തിക്കുകയും അവരുടെ ആ കൺസെപ്റ്റ് ഗ്ലോബലിയുള്ള തിങ്കിങ് ഒക്കെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ലെവലിലേക്ക് തിങ്ക് ചെയ്ത് പോകുമ്പം നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോഴും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ കളരി ലോകത്തേക്കും ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിനെ പ്രൊഫഷണലായിട്ട് നമ്മുടെ ഒരു പൈതൃകപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ ഒരു മൂല്യച്യുതി വരാത്ത രീതിയിൽ. അതേപോലെ തന്നെ പലതും നമുക്കിവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ആവശ്യമില്ലാത്ത കൊണ്ടിട്ടാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മളതെല്ലാം തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട പോളിസി തന്നെ നമ്മൾ പ്രിസർവ്, പ്രൊമോട്ട്, പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ കിട്ടുക. ആ പ്രിസർവ്, പ്രൊമോട്ട്, പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന അടിസ്ഥാന ഇതിൽ തന്നെയായിരിക്കും നമ്മുടെ മിഷൻ പോയിക്കൊണ്ടിരിക്കുക. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മുടെ ദൗത്യങ്ങൾ. അതിന് കൃത്യമായ ചില ആധാര മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, ആ സാംസ്കാരികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിലെ നമ്മുടെ വിദ്യയെ നമ്മൾ പൂർണ്ണമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ലോകത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നായിട്ട് കളരിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഒരേ കുടക്കീഴിൽ ആർക്കും ഒരു തരത്തിലുള്ള ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേരണം. ചിലപ്പോൾ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ളിൽ തന്നെ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടണം. എല്ലാവരും ഒന്നിച്ചു ചേരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. ദീർഘമായ ഒരു വിശകലനമായി പോയി, വിശദീകരണമാണെന്നൊക്കെ മനസ്സിലായി. തുറന്ന് സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓടിച്ചാണെങ്കിലും കേട്ടോളൂ, പക്ഷേ ജസ്റ്റ് ഒന്ന് പോയിന്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിശദീകരിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ആ ഗ്രൂപ്പിലോ പേഴ്സണലാണെങ്കിലും കുഴപ്പമില്ല, പേഴ്സണലാണെങ്കിൽ ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് വീഡിയോയിലും വന്നത്. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചോദിക്കാം, വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ എടുക്കും, ഓഫ് ആവുന്നവരെ എന്തായാലും ഫോൺ ഉണ്ടാവും, അത് കഴിയുമ്പോൾ കുത്തി വെക്കാറുള്ളൂ. അതുകൊണ്ടിട്ട് വിളിക്കാം. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പേര് അലക്സ് ചാക്കോ എന്നാണ്. ഞാൻ തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ഞാൻ തന്ത്ര പയറ്റ് കളരി എന്ന് പറയുന്ന കളരിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മധ്യ കേരള ശൈലിയിലെ കളഞ്ചവിട്ട് സമ്പ്രദായത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതാണ് എന്നെ പരിചയപ്പെടുത്താനായിട്ട് അവസാനം ഉപയോഗിച്ച കുറച്ച് നിമിഷങ്ങൾ. അപ്പോൾ നന്ദി.